തമ്മിൽ വേറെ ഒരു ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു എയറോ അങ്ങനെയൊന്നുമില്ല. ഒരു കോണ്ടാക്ട് നിലനിർത്തുന്ന കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നായകന്മാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ ഒരാളാണ് അനുവേട്ടൻ. എക്സ്പെക്റ്റേഷൻ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹണി ബി ഫസ്റ്റ് പാർട്ടിൻ്റെ മേലെ വരുന്ന രീതിയിൽ മൂവി വരണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അവരെനിക്ക് തോന്നുന്നു എന്നേക്കാൾ വളരെ പ്രൊഫഷണൽസ് ആണെന്ന് തോന്നുന്നു. അവർ കറക്റ്റ് മറ്റേ കണ്ടിന്യൂറ്റി വരെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നു. ഞാനങ്ങനെ അധികം അമ്മ കഥാപാത്രങ്ങൾ അധികം ചെയ്തിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് കുറച്ച് അവരുടേതായിട്ടുള്ള സ്പേസ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹായ്, ഞാൻ ഭാവന. ഞാനിവിടെ സെൻസേഷൻസിൽ വന്നിരിക്കുന്നത് കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നെൻ്റെ പുതിയ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കാനും അതിലെൻ്റെ കഥാപാത്രമായ ഷാഹിദയെക്കുറിച്ച് സംസാരിക്കാനുമാണ്. മൈനോറിറ്റീസ് എന്നും മൈനോറിറ്റീസ് ആക്ച്വലി ലൈഫിൽ ഏറ്റവും ത്രിൽഡായ മൊമെന്റ് ഏതാ? കഥാപാത്രം ഷാഹിദ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. സ്കൂളും അല്ലെങ്കിൽ കോളേജിൻ്റെ ഇടയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടുകാർക്കെതിരായി ഒരു ഹിന്ദു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷാഹിദ. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എന്തായാലും പോകുന്നില്ല, പറയുന്നേ ഉള്ളൂ. രണ്ട് കുട്ടികളുടെ അമ്മയാണ്. എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ അധികം അമ്മ കഥാപാത്രങ്ങൾ അധികം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു അട്രാക്റ്റീവ് എലമെൻ്റായിട്ട് തോന്നി. അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന വരുന്ന സഡനായിട്ടുള്ള ഒരു ട്രാജഡി, അത് അവരെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്, ഈ ഷാഹിദ എന്ന കഥാപാത്രവും അവരുടെ കുട്ടികളും, അതാണ് മെയിനായിട്ട് ഈ മൂവി പറയുന്നത്. സിദ്ധാർത്ഥും സനൂപും അങ്ങനൊരു റിയൽ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടികളായിട്ട് തോന്നിയിട്ടില്ല. അവർക്ക് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ സീരിയസ്നെസ് ഉണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഒരു തമാശയാക്കി കളിച്ച് നടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെനിക്ക് തോന്നുന്നു എന്നേക്കാൾ വളരെ പ്രൊഫഷണൽസ് ആണെന്ന് തോന്നുന്നു. അവർ കറക്റ്റ് കണ്ടിന്യൂറ്റി വരെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നു, അങ്ങനെയൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു റിയൽ ലൈഫിൽ പ്രശ്നമുള്ള ഒരു കുട്ടികളല്ല. അവർ നന്നായിട്ട് എന്താ പറയുക, ഒരേ സമയം പഠിക്കണം, പിന്നെ മൂവിയുടെ കാര്യങ്ങൾ, പിന്നെ ട്രാവൽ ചെയ്യുന്നു, അങ്ങനെ എല്ലാം വളരെ മെച്ചോർഡായിട്ട് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് സിദ്ധാർത്ഥും സനൂപും. അങ്ങനെ ഒരു ടൈറ്റിൽ മൂവിക്ക് വേണ്ടി ചേരുന്നു എന്ന് മാത്രം. റിയൽ ലൈഫിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ആംഗ്രി ബേബീസിൽ ഞങ്ങളൊരു മോർ ദാൻ 50 days ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ട്രിവാൻഡ്രം ലോഞ്ചിൽ ഞങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലും അതെ, എനിക്ക് തോന്നുന്നു ഇത് അതിനേക്കാളും കുറവേ ഉള്ളൂ. എനിക്ക് കോമ്പിനേഷൻ സീൻസ് വളരെ കുറച്ചാണ് അനുവേട്ടനായിട്ട് ഈ മൂവിയിലുള്ളൂ. അനുവേട്ടൻ എന്നുള്ളൊരു സുഹൃത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് അനുവേട്ടൻ. എനിക്കങ്ങനെ എന്താ പറയുക, ഒരു കോണ്ടാക്ട് നിലനിർത്തുന്ന കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നായകന്മാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ ഒരാളാണ് അനുവേട്ടൻ. അനുവേട്ടനോട് വർക്ക് ചെയ്യുന്നത് എന്നും എനിക്ക് കംഫർട്ടാണ്. ഞങ്ങൾ തമ്മിൽ വേറെ ഒരു ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു എയറോ അങ്ങനെയൊന്നുമില്ല. വളരെ കംഫർട്ടബിളാണ് അനുവേട്ടനോട് വർക്ക് ചെയ്യുന്നത്. രവിചേട്ടനെ ഞാൻ തിരക്കഥ കൃത്യമായിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ, നമ്മളെന്ന സിനിമയിലും പിന്നെ അതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാനൊക്കെ. ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു രവിചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ കുട്ടികൾക്ക് പോലും, സിദ്ധാർത്ഥനും സനൂപിന് പോലും അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം മിക്ക ഡയലോഗുകളും എഴുതി വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി തോന്നും. ചിലപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു നാച്ചുറലായിട്ട് ചിലപ്പോൾ തോന്നാതിരിക്കാം. അപ്പോൾ കുട്ടികളുടെ അടുത്ത് വരെ അത് ഇല്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊരു ഫ്രീഡം കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു നല്ല കാര്യമാണ്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് കുറച്ച് അവരുടേതായിട്ടുള്ള സ്പേസ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രവിചേട്ടൻ്റെ കൂടെ ഡയറക്ടർ എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇതിലൊരു പാട്രിയോട്ടിസം ഉണ്ട് ഈ പടത്തിൽ. ബിക്കോസ് അനുവേട്ടൻ്റെ ക്യാരക്ടർ ഒരു സോൾജറാണ്, ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ അനുവേട്ടന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു സിറ്റുവേഷൻ ലൈഫിലുണ്ടാകുമ്പോൾ കുട്ടികൾ അതിലൂടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതും ശരിക്കും അവർക്ക് ആ ഒരു അച്ഛനോടുള്ള അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഈ പടത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളാരും അങ്ങനെ രാജ്യസ്നേഹം ഇപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ക്രിക്കറ്റ് മാച്ചോ മറ്റോ വരികയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ഒന്ന് ബ്ലഡ് ഒന്ന് ബോയിലാവും, ഒന്ന് ഇന്ത്യ ജയിക്കണം. അപ്പോൾ എവിടെയൊക്കെ അതുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് കുറച്ച് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. കുട്ടികളുടെ രീതിയിൽ അവർ അതിനെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്ലിം ക്യാരക്ടറാണെങ്കിലും എൻ്റെ സ്ലാങ്ങിന് അധികം ഒരു മാറ്റം ഇതിലങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടില്ല. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹിന്ദു, അതായത് അനുപൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ടായിരിക്കാം
അവരുടെ കൂടെ ഇത്രയും കാലമായി ജീവിക്കുന്നു എന്നൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം സ്ലാങ് ഷാഹിദയ്ക്കില്ല. അങ്ങനൊരു അതിനധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. എങ്ങനെ ഒരു കമാൻഡോക്ക് ഇങ്ങനെ 2 ടെററിസ്റ്റുകൾ ഉണ്ടായി? സമാധാനമായല്ലോ. എൻ്റെ മൂവീസ് ഇനിയിപ്പോൾ റിലീസാവാൻ പോകുന്ന 2 എണ്ണവും മലയാളത്തിലെ ആസഫിൻ്റെ കൂടെയാണ്. ഒന്ന് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനാണ്, പിന്നെ ഒന്ന് ഹണി ബി ടു എനിക്ക് പ്രതീക്ഷകൾക്ക് ഉപരി ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷനുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ട് വളരെ സക്സസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹണി ബി ഫസ്റ്റ് പാർട്ടിൻ്റെ മേലെ വരുന്ന രീതിയിൽ മൂവി വരണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫിംഗേഴ്സ് ക്രോസ്ഡ് നല്ല മൂവി ആയിട്ട് വരുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. നിനക്കെന്നെ ഇഷ്ടമാണോ? ചിലപ്പോൾ നിന്റെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. അതുകൊണ്ടാ. പറ, നിനക്കെന്നെ ഇഷ്ടമാണോ? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമ റിലീസാവാൻ പറ്റിയൊരു സമയമല്ല, എനിക്കറിയാം. കാരണം എല്ലാവരും പൈസ കയ്യിലുള്ളത് മാറ്റാനുള്ള ബന്ധപ്പാടിലാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളിലാണ്. അപ്പോൾ അത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മറ്റുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം നടത്താനുണ്ടാവുക. ഒരു സിനിമ കാണലായിരിക്കില്ല. പക്ഷെങ്കിലും ഇതൊരു നല്ല കുടുംബചിത്രമായിരിക്കും, കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നല്ല കുടുംബചിത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇത്രേ പറയാനുള്ളൂ. ഹായ്, പുത്തൻ സിനിമകളുടെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങളെല്ലാവരും സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ്.